മലയാളികൾ പ്രബുദ്ധരായ വിഡ്ഢികളോ? പ്രബുദ്ധതയിൽ ഒരു പക്ഷേ നമ്മൾ വേൾഡ് ഫേമസ് ആണ്. ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും മലയാളികളുടെ പ്രബുദ്ധത വലിയ ചർച്ചാ വിഷയമാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എല്ലാത്തിലും പോയി ഇടപെടാറുണ്ട്, അതിനെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രബുദ്ധത നിറഞ്ഞു തുളുമ്പാറുണ്ട്. പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പ്രതികരിക്കാറുണ്ട്. എല്ലാം നല്ലത്. ഇത്രയും പ്രബുദ്ധരായ, ഇത്രയും സാക്ഷരതയുള്ളൊരു നാട്ടിൽ എന്തുകൊണ്ട് തട്ടിപ്പുകൾ തുടർക്കഥകളായി വരുന്നു? അല്ലെങ്കിൽ നമ്മളെ പമ്പര വിഡ്ഢികളാക്കിയിട്ട് ഒന്നും രണ്ടും ആളുകൾ എന്നല്ല, 100ഉം 1000ഓളം ആളുകളൊക്കെയാണ് ഇത്രയും സാക്ഷരതയും പ്രബുദ്ധതയിലെ കേരളത്തിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. ആലോചിച്ച് നോക്കൂ, പണത്തിന്റെ കാര്യം വരുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ എവിടെ പോയി നമ്മുടെ പ്രബുദ്ധത എന്ന് തോന്നിപ്പോവാണ്. ഇത്തരത്തിലുള്ള ഫോർമാറ്റുകൾ, ഇത്തരത്തിലുള്ള സ്കാമുകൾ നടത്താനായിട്ട് ഉണ്ടാക്കുന്ന സ്കീമുകളാണെന്നുള്ളത് പകൽ പോലെ എന്താ പറയുക, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന സംഭവങ്ങളാണ്. പ്യുവർ ലോജിക്, പ്യുവർ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവുന്ന തട്ടിപ്പുകളിൽ പോയിട്ട് നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ് നിങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പൈസകൾ, ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല. കഴിഞ്ഞ ദിവസം തട്ടിപ്പ് നടത്തിയ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ്, ഇതിൽ പറ്റിക്കപ്പെട്ടു പോയ ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിൽ 100ഓളം ആളുകൾ, 100ന്റെ പുറത്ത് ആളുകളുണ്ടെന്ന് പറയും. എന്തോരം കോടികളാണ് അവർ ഇവിടുന്ന് ശരിക്കും കടത്തിക്കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുമോ? അല്ലെങ്കിൽ നിങ്ങളെ പകൽക്കൊള്ളകൾ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ പ്രബുദ്ധത? ഒന്നും രണ്ടും ആളുകളല്ല, 100കണക്കിന് 1000കണക്കിന് ആളുകൾ ഇത്തരത്തില് എല്ലാ വർഷങ്ങളിലും തുടർക്കഥകളായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ പെട്ടു പോകുന്നു എന്നുള്ളത് ശരിക്കും സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ഹാർഡ് ഏൺ മണി, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കടം ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത പൈസകൾ അതിലുണ്ടാവും. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പുള്ളിക്കാരൻ്റെ അറിയുന്ന ഒരാൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. പുള്ളിക്കാരോട് ഞാനൊരു പൈസ കടം ചോദിച്ചപ്പോൾ പോലും എനിക്ക് തന്നിട്ടില്ല, പക്ഷെ ഇതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് എന്നിട്ട് സംഭവിക്കുന്നത് എന്താണ്? അയ്യോ പറ്റിക്കപ്പെട്ടേ, അല്ലെങ്കിൽ നീതി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. മാനസികാവസ്ഥകൾ എനിക്ക് മനസ്സിലാവും, പണം പോയ മാനസികാവസ്ഥ മനസ്സിലാവും. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട്, ഇനിയും നമ്മളിങ്ങനെ വിഡ്ഢികളാകിക്കൊണ്ടേയിരിക്കരുത്. മലയാളികളോട് പ്രത്യേകിച്ചും പറയാണ്, ഇത്തരത്തിലുള്ള സ്കാമുകൾക്കും ഇത്തരത്തിലുള്ള സ്കീമുകളിലേക്കും ഇതിൻ്റെയൊക്കെ പാറ്റേണുകൾ സംഭവം ഇതൊക്കെ സെയിം ആയിരിക്കും. ഒരു ഓവർ ഹൈപ്പ് ഉണ്ടാക്കുക, ഓവർ സംസാരിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ ഓഫീസുകൾ, വലിയ വലിയ കാറുകൾ, ഇത്തരത്തിലുള്ള പാറ്റേണുകളൊക്കെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ബിസിനസ്സുകൾ. എന്തിനാ അറിഞ്ഞുകൂടാത്ത ബിസിനസ്സിൽ കൊണ്ട് ഈ പണം വെറുതെ വാരിക്കോരി കൊടുക്കുന്നത്? അറിയാവുന്ന ബിസിനസ്സുകൾ ചെയ്യാൻ നോക്കുക, എന്നിട്ടത് പൊട്ടിപ്പോവുകയാണെങ്കിലും അഭിമാനത്തോടെ പൊട്ടിപ്പോയി എന്നുള്ള രീതിയിലേക്ക് നോക്കാം. ഇത്തരത്തില് ഇങ്ങനത്തെ ആളുകളൊക്കെ അകറ്റി നിർത്താനുള്ള സമയം ശരിക്കും ആയിട്ടുണ്ട്. ഇനിയെങ്കിലും നമുക്ക് ബോധ്യമുണ്ടാകണം എന്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഇത് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറയാം. തീർച്ചയായിട്ടും അടുത്ത തട്ടിപ്പ് എന്താന്നുള്ളത്, അടുത്ത പൊട്ടാൻ നിൽക്കുന്ന കമ്പനി ഏതാണ്, അടുത്ത തട്ടിപ്പ് എന്താന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി.